ഭയങ്കര ആഘോഷം. കുട്ടികള് വന്നിട്ടുണ്ട്, കൊറേ ആയി ഒരു വന്നിട്ട്. അപ്പൊ നമ്മള് സാമ്പാറ്, ചിക്കൻ, മീന്, അച്ചാറ്, പൊടിയഞ്ചി, പിന്നിത്തണ്ട്, ചോറിലെല്ലാം ഉണ്ട്. അല്ല ഇതുള്ളൂ. പപ്പടം കൂടി ഉണ്ടായി. പപ്പടം ഉണ്ടായിരുന്നു മറന്നു. ഫുള്ളാണല്ലോ, ഇല നിറച്ചാണല്ലോ. മുതിരക്കൂട്ടാന് ഉപ്പേരിണ്ട്, കാബേജ് ഉപ്പേരിണ്ട്, ഇറച്ചിണ്ട്, മീനുണ്ട്, മസാലക്കറി ഉണ്ട്, സാമ്പാറുണ്ട്, പുളിയഞ്ചി ഉണ്ട്, അച്ചാറുണ്ട്. അതൊക്കെ ഓണത്തിന്റെ ആണ് കേട്ടോ. അപ്പൊ പപ്പടം ഉണ്ടെന്നോ അതന്നെ കാച്ചിയില്ല. അപ്പഴൊക്കെ പാത്രത്തിൽ കണ്ടപ്പോഴാണ് അതാത് കാച്ചിയിലെല്ലാം ഓർത്തെ. അതിപ്പോ നമ്മള് മനസ്സിച്ചപ്പോ പെട്ടെന്ന് കാച്ചില് ചെയ്യും. പിന്നെന്താ പറയാ, ചിക്കനും മീനും താഴ്പ്പ. പിന്നെ ഓൾക്ക് കൊടുത്ത മീനോട് ഇന്റെ ചോരയിലേക്ക് എറിഞ്ഞു തേങ്ങ കൊത്തിട്ട ചിക്കൻ ഉണ്ട്. പിന്നെ ഐക്കോറ ഉണ്ടല്ലോ ഇപ്പൊ. നല്ല ഐക്കോറ പറഞ്ഞാല് ചെറിയ മീനല്ലേ. അതിന്റെ സീസണാണ്, ആവോലിന്റെ ഐക്കോറിന്റെ സീസണാണ്. അതിന്റെ എല്ലാത്തിനും തലക്കഷ്ണം ഞാൻ എടുത്തു. പിന്നെ ചിക്കനും ഉണ്ട്. ഒന്നും ഒലിക്ക് വേണ്ട, ഓരോ പേരും പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഞങ്ങളത് ഇങ്ങനെ. പിന്നെ ഇതാ കാന്താരിട്ട് മോര്. എന്താ വേണ്ടേ അല്ലേ, ആഘോഷം തന്നെ. പ്രതീക്ഷിക്കാത്ത ഓരോ ആഘോഷങ്ങളാണ് കേട്ടോ. ശിവാനിയ അപ്പൂസിന്റെ ഭാഗ ഒരു ചിക്കൻ ഉണ്ടെന്നോ ഒറ്റക്ക് തിന്നത്. ഇല്ല ഞാനെന്നല്ലേ അപ്പൂസ പായസം നമ്മൾ ഉണ്ടാക്കിയില്ല അറിയാം. എന്നാ പിന്നെ സദ്യ തന്നെ ആയി. അത് നമുക്ക് വലുതാനും നോക്കാം. വിരുന്നേരെ കൊണ്ട് കളിയല്ലേ. വിരുന്നേരം വന്നല്ലേ നമ്മളെ വീട്ടിലേക്ക്. നമുക്ക് ആദ്യമായിട്ട് സമ്മാനം തന്ന ചേച്ചി, ഫ്രണ്ടുകളൊക്കെ വന്നേ കണ്ടിട്ടുണ്ട്. ഒരു റെസിപ്പി വീഡിയോയിലിട്ടുണ്ട്. നമ്മൾ അവിടെ പോയിട്ടല്ലേ, ഇങ്ങോട്ട് വന്നിട്ടില്ല. കുട്ടിക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക് ചായ കൊടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ചേച്ചി മാത്രല്ല കേട്ടോ, ചേച്ചിയുടെ ഫ്രണ്ട്സുകളും ഉണ്ട്. എന്താ നന്ദ കൊടുക്കട ചായ എടുക്കട. വിക്സ് ആക്കിട്ടല്ലേ, വിക്സ് ആക്കി അങ്ങനെ തന്നെ കണ്ടേ. ഞാൻ മറന്നിട്ടുണ്ട്. എന്താ പേര് പറഞ്ഞേ? എന്റെ പേര് ഷുർമിത്. അത് പേര് മഞ്ചേരിക്കാരല്ലേ. സന്തോഷം. നമ്മളെ യൂട്യൂബ് തുടങ്ങിയ ഫസ്റ്റ് പരിചയപ്പെട്ട ആളെ. വീട്ടിൽ പോയി പോവുകയാണെങ്കിൽ കുറച്ചു നേരം നമ്മളൊപ്പം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? അമ്മ പാട്ട് കേട്ട് ഇരുന്നിട്ടുണ്ട് റേഡിയത്തിൽ പറയേ. വന്നപ്പോ തന്നെ ചോദിച്ചു പാട്ട് കേക്കലില്ലല്ലോ എന്നാ ചോദിച്ചത്. വെച്ചോട് അപ്പൂസിന്റെ കണ്ണില് കരട് പോയിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഡോക്ടർ എത്തിക്കോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണ്ടേ. വെള്ളം കൊടുക്കാനേ കണ്ണ് കാട്ടിക്കാൻ നോക്കട്ടെ. ഒന്നുമില്ല. അപ്പൊ ഇന്ന് ഫുള്ള് പരിപാടിയല്ലേ. എന്നും പറയുമ്പോ വരണം. അതെ, നിശ്ചയിച്ചൊരു ഓഫീസിലിരുന്നേ. അപ്പൊ അവിടെ ആകുമ്പോ പിന്നെ പറ്റൂലല്ലോ. അവനാന്റെ ഇഷ്ടത്തിന് വരാനും പോകാനും പിന്നെ ലീവും കാര്യങ്ങളും അങ്ങനെയൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മൾ കുടിരിക്കെല്ലാം കൂടി വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി വന്ന് അപ്പോൾ ഒരു സന്തോഷമായിട്ടത്. കാരണം വെച്ചാൽ നമ്മൾ മറക്കാൻ പറ്റൂലേ. ഫസ്റ്റ് മുതൽ തന്നെ നമ്മളെ പഴയ വീട്ടിൽ നിന്നല്ല അമ്മ നമ്മളായിട്ട് പരിചയമായി. അതൊക്കെ ഒരു ഓർമ്മ തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ വിളിക്കലും ഓഫീസിൽ നിന്ന് വന്നാൽ വിളിക്കും, രാവിലെ വിളിക്കും, രാവിലെ അടുക്കള പണി ഇരിക്കുന്നതിന്റെ ഇടയിലൊക്കെ വിളിക്കേ. സമയമല്ല. അതിപ്പൊ കുറച്ചായിട്ടാണ് വിളിക്കാത്തത്. ഇപ്പൊ അതാ ഓരോരുത്തർക്ക് തിരക്ക് കൂടി തിരക്കാണ് വിചാരിച്ചിട്ടാവും. അതുമാണ് അവിടത്തേക്ക് ഒരു ദിവസം കൊണ്ടിടത്തോളം തിരക്ക് കൂടല്ലേ, കുറയല്ലോ. ഇന്ന് രണ്ടു കഴിച്ച് വന്നാന്നൊക്കെ പറഞ്ഞ്
അപ്പൊ എന്താ സ്പെഷ്യൽ 4 മണിക്ക് 5 മണിക്ക് 5 മണി സ്പെഷ്യല് ഇന്ന് പായസമൊക്കെ ഉണ്ടാക്കണമൊക്കെ വിചാരിച്ചിരുന്നു. പായസം ഉണ്ടാക്കണം. നമ്മളെ വിരുന്നാരെ ഏതായാലും കണ്ടില്ലേ, ഒന്നും ചിക്കൻ വേണ്ട, മീന് വേണ്ട. എന്ത് വിരുന്നല്ല, മകളാണ് അമ്മേന്റെ. ഐക്കോറ മീന് വാങ്ങി, ചിക്കൻ വാങ്ങി, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ആർക്കും ഒന്നും വേണ്ട, ഞങ്ങൾ തന്നെ എടുത്തിരുന്ന കാര്യമായിട്ട്. ഇപ്പൊ പായസം ഉണ്ടാക്കാനപ്പോ അതും വേണ്ടാന്ന് ഇജ്ജ് കുടിക്കോന്ന് കുടിക്കുന്ന പറഞ്ഞിട്ടുണ്ടാക്കുള്ളൂ. ശിവാനും അടിക്കൂലേ? ഓൾക്കിപ്പോ എന്തേലും പോണേ. അപ്പൊ നമുക്കിപ്പോ പോവാനുള്ള ഇടം വെച്ചാല് നമ്മളെ സ്കൂൾ ഗ്രൗണ്ട്, റബ്ബർ മല, അത് കൂടെ. പാമ്പിനെ കണ്ടതിന് ശേഷം ആ വഴിക്ക് കാല് വെച്ചിട്ടില്ല. അപ്പൊ ഓളെയും കൊണ്ട് ഞാൻ ആ സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ ഒന്ന് വെറുതെ കറങ്ങി വരട്ടെ കേട്ടോ. നമ്മള് പാലട പായസം ഉണ്ടാക്കണേ. പാലട മിക്സ് വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. പെട്ടെന്നൊരു പായസം. പാല് പാക്ക് പാല് വാങ്ങിയതാട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കണേ. അമ്മയുണ്ട്. ഇതും ചേച്ചിക്ക് പ്രേം ചേച്ചിക്ക് പായസം കുടിക്കാൻ പറ്റൂല കേട്ടോ. അതിനും പറ്റൂലത്. ഷുഗർ പിന്നെന്താ പറ്റുക? റെഡി ആവും. തിന്നണത് മാത്രമേ ഉള്ളൂ. ഇന്നലെ തന്നെ അങ്ങനെ പറയുന്നുണ്ടേ, ശിജിക്ക് തിന്നണ കാര്യം മാത്രമേ ഉള്ളൂ, എവിടെ പോയാലും തീറ്റുള്ളൂ. കല്യാണത്തിനൊക്കെ പോയാൽ പിന്നെ കല്യാണത്തിനോട് തിന്നാനല്ലേ. കല്യാണത്തിന് വെറുതെ പോയി പോരല്ലേ? കല്യാണപ്പരയിൽ പോയിട്ട് ആരെങ്കിലും വെറുതെ പോകുന്നവരുണ്ടോ? വേറൊരു കല്യാണം ഉണ്ടെങ്കിൽ എന്നാലും ഒരു ഗ്ലാസ് വെള്ളം തന്നെ. അമ്മ ആ വെള്ളം കുടിക്കാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ചോറിനൊന്നും വീഡിയോ എടുത്തില്ല. അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം തന്നു ചെന്ന. അല്ല, ഇനിയിപ്പോ ഒരു കല്യാണത്തിന് പോകും, നമുക്ക് വേറൊരു കല്യാണം ഉണ്ട്, എന്നാലും അവിടുന്ന് അവിടെ പായസാണെങ്കിൽ ഒരു ഗ്ലാസ് പായസം കുടിക്കും, അല്ലെങ്കിൽ ചെല്ലുമ്പോ ഒരു ഗ്ലാസ് വെള്ളം തരും, അല്ലെങ്കിൽ കട്ടൻ ചായ ഉണ്ടാക്കുക അറിയും. അപ്പൊ അതന്നെയും ഇനിയിപ്പോ അതൊക്കെ ആയാലും എന്താ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടല്ലേ നമ്മളിത് നമ്മളിതെല്ലാം കാണിക്കണ എന്താ, നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. അതല്ലേ നമ്മള് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അറിയാ അതേ തിന്നണേ ഉള്ളോ കാണിക്കാനല്ലേ. അപ്പൊ അത് പറയുമ്പോ ഒരു ഇടങ്ങേറ് വന്നു കേട്ടോ. നമ്മക്ക് അതല്ലേ കാണിക്കല്ലേ. കാര്യമായിട്ട് നമ്മൾ അധ്വാനിക്കും. ഇതിനെന്തിനാ ഈ ക്യാമറേന്റെ അടുത്ത് നിക്കണ ഭക്ഷണം കഴിക്കാൻ? ഇനി കഞ്ഞിയാണ് കുടിക്കണെങ്കിലും കാണിച്ചു തരുന്നില്ലേ? വെറുതെ കിട്ടൂലല്ലോ, അധ്വാനിച്ചാലല്ലേ കൂലി കിട്ടുള്ളൂ. അപ്പൊ ഏത് വിധത്തിലാണോ അധ്വാനിക്കാൻ പറ്റുന്ന ആ വിധത്തിൽ അധ്വാനിക്കും. കല്യാണത്തിന് പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടുന്ന് കൊറേ വീഡിയോ എടുത്ത് സ്വീകരിച്ചിട്ടും നമ്മള് അരി ഓടിക്കുന്നുണ്ട് അല്ലേ. അവിടുന്ന് പിന്നെ ചെന്നാലും കല്യാണത്തിന് പോയിട്ട് നമുക്ക് ഭക്ഷണം ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് അറിയാമല്ലോ ആർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല, ചിലർക്ക് പറ്റൂലല്ലോ. അത് വിചാരിച്ചിട്ടാണ് കാണിക്കാഞ്ഞത്. എന്താണ് പനി മാറിയോ? എന്ത് കളിയാ? ഒളിച്ചു കളിയോ? ഒളിച്ചു കളിക്കണം ഭാവി. ആരപ്പോ ഒളിച്ചു കളിക്കണേ? എല്ലാവർക്കും പനി ചുമയും ഒക്കെ പ്രശ്നങ്ങളാണ്. വീട്ടിലിന് ഒരാൾക്ക് വന്നാൽ മതി ജലദോഷം, പിന്നെ അതെല്ലാവർക്കും ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മൾക്ക് ഈ പായസം ആയിട്ട് വേണം ഞങ്ങൾക്ക് ഇതിലിങ്ങനെ പോവാൻ കേട്ടോ. കുറച്ച് നേരം ഈ അടക്കി കുറച്ച് വേവുണ്ട്, ഇളക്കി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഫ്രണ്ടാ അതെ? ബാക്കി മുണ്ടാ മതി. പനിച്ചിട്ടാ ഉണ്ടോ? കണ്ണിൽ പൊടിയാവല്ലേട്ടഞ്ഞ് നമ്മൾ പോയേ. നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോവാണേ. പോയപ്പോൾ നമ്മളെ സമതകാക്കാൻ്റെ വീട്ടിലൊന്ന് കയറി. വീടിൻ്റെ അടുത്തുള്ള കുതിരയുള്ള വീടില്ലേ, കുതിരനെ കാണിച്ചിരുന്നില്ല മുന്നേ. അപ്പോൾ അവിടുന്ന് സമതാക്ക കുറേ അടയ്ക്കാപ്പഴം തന്നു. ഇവിടെ ഇത്ര പോലെ അടയ്ക്കാപ്പഴം
നമ്മളെ വീട്ടിലെ തൈകൾ തന്നിരുന്നില്ലേ, ആ തൈയിൻ്റെ എന്താ പറയുക, ഇത്ര പോകുന്ന പേരയ്ക്ക് അതുമ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് അവിടെ കുറേ ഉണ്ട്. അപ്പോൾ അത് കുറേ പറിച്ചൊന്ന് വരുമ്പോൾ പറിക്കലും തിന്നലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും കിട്ടി. പിന്നെ ഇത് വെള്ളം കലക്കണ നാരങ്ങ, ഇത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് മുറിച്ച് ഇങ്ങനെ കാണിച്ചു തരണ്ടേ. അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് പോലത്തെ നാരങ്ങ വെള്ളം കലക്കണേ അതും. അപ്പോൾ അവിടെ കുറേ നേരം പറിച്ചാലോ, അപ്പം ഇഞ്ഞും പറിച്ചാലോ, നല്ല രസമുണ്ട്. ഒന്നും തന്നെ മതി. ഞാൻ എപ്പോൾ തുടങ്ങിയത്, അത് ഇഞ്ഞും കഴിഞ്ഞില്ല. അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്ന് നമ്മൾ സ്കൂൾ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ സ്കൂളിൽ ഒക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ടാണ്. നമ്മൾ പാലക്കോട് സ്കൂളാണിത്. കുറേ ദിവസമായി വന്നിട്ട്. ഇപ്പോൾ അവരെയും കൊണ്ട് ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല കാറ്റുകളും ഓരോ ജന്തുക്കളും സൗണ്ട് ഉണ്ടാക്കി കാട്ടുന്നു. 6 മണിയായിട്ട് കേട്ടോ. നമുക്ക് വിറകൊക്കെ നുള്ളി പെറുക്കി എടുത്തിട്ട് വേണം പോവാൻ. വഴിക്ക് തന്നെ ഉണ്ട് വിറക് വീണ് കിടക്കണേ. അപ്പം അതൊക്കെ പെറുക്കി എടുത്തിട്ട് ഇങ്ങനെ പോകണം കേട്ടോ. വേറെ സ്ഥലം കൊണ്ട് പോകണം. അപ്പം നമുക്ക് പോവാ. കണ്ടിട്ട് പെട്ടെന്ന് കണ്ടു കിട്ടി. അനിസെന്താ വർത്താനം പറയും? എന്താ സുഖം? അവന് പെട്ടെന്ന് പറയാനും മടിയാണ്. അല്ലാതെ ചേട്ടൻ പറയലുണ്ടേ, പെട്ടെന്ന് ഇത് കാണുമ്പോ ഇങ്ങനെ ക്യാമറ കാണിച്ചാൽ എന്താ പറയാന്നില്ല, ഒന്നും പറയാൻ കിട്ടില്ല. പിന്നെ കണ്ടില്ലേ കരണ്ട് പോയി. ഞങ്ങൾ വിറകൊക്കെ പൊരിക്കാൻ നേരം വൈകിയത്. ഇപ്പൊ ഒരു 5 മിനിറ്റ് പോകാത്താണ്. നീ പായസം കുടിക്കേ? പായസം കുടിക്കണ്ടേ? പായസം കുടിക്കല്ലേ? നെയ്യ് അമ്മ ഒഴിച്ചില്ല തോന്നുന്നുണ്ടല്ലേ? നെയ്യ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെച്ചാൽ മതി ചൂട്. കുറച്ച് കഴിച്ചോ, അത് സ്പൂൺ എടുത്ത് എന്താ നെയ്യ് വെച്ചത്. നെയ്യ് നിൽക്കണോ പായസം? ഞാൻ പായസം കുടിക്കില്ല. എന്താ നെയ്യ് കുടിക്കണം? അതൊന്ന് ശരിക്കും കുറച്ച് വെള്ളം ഒഴിക്കണം. അതൊക്കെ ചൂടുള്ള അപ്പൊ ഞങ്ങൾ പായസം കുടിക്കാനായിട്ടോ. സമയം കുറേ വൈകിട്ടുണ്ട്. അപ്പൊ ഇനി നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.